നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ സാധനവുമായിട്ടാണ്. നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു അടിപൊളി പ്രോട്ടീൻ ബാർ എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു വേ പ്രോട്ടീൻ ആവുന്ന സമയത്ത് നമ്മളൊരു പാത്രത്തിൽ അത് കൊണ്ടുപോകണം, അതുപോലെ തന്നെ അത് വാട്ടറിൽ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ മിൽക്കിൽ മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാൻ. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു പ്രോട്ടീൻ ബാർ ആകുന്ന സമയത്ത് ജിമ്മിൽ പോകുമ്പോൾ മാത്രമല്ല, നമ്മൾ എവിടെ പോകുന്ന സമയത്ത് നമുക്കത് പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോകാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു ചോക്ലേറ്റ് കഴിക്കുന്നത് പോലെ ഇത് ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോട്ടീൻ ബാർ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പ്രോട്ടീൻ ബാർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 100 ഗ്രാം ഓട്സ് ആണ്. ഓട്സ് ഇതുപോലെ മെഷർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഓട്സ് എടുത്താലും മതി. നമുക്കറിയാം, ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോംപ്ലക്സ് കാർബ്സിൻ്റെയും അതുപോലെ തന്നെ സോല്യൂബിൾ ഫൈബറിൻ്റെയും ഒരു അടിപൊളി സോഴ്സാണ്. ഇത് നമുക്ക് ഈ ഓട്സ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ്. ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുത്താലും മതി. ഒരു 6 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഹണിയാണ്. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്യുക. ഹണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിൽ കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഹണി വാങ്ങുന്ന സമയത്ത് ഒറിജിനൽ ഹണി തന്നെ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ ഒരു 5 ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ്. ഇതൊരു കളർ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ലഭിക്കുന്നതിനും ഇതിൽ ആഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കൊക്കോ പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 4 ടേബിൾ സ്പൂണാണ്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 2 സ്കൂപ്പ് വേ പ്രോട്ടീനാണ്. ഈ ഒരു പ്രോട്ടീൻ ബാർ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അസിറ്റിസ് എന്ന ബ്രാൻഡിൻ്റെ ISO വേ ഗോൾഡ് എന്ന് പറയുന്ന വേ പ്രോട്ടീൻ ആണ്. ഇത് വരുന്നത് 100% വേ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിലെ ഒരു സ്കൂപ്പിൽ വരുന്നത് 28 ഗ്രാം പ്രോട്ടീൻ ആണ്. അതുപോലെ 12.6 ഗ്രാം എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. ഇത് കഴിക്കുന്നതിലൂടെ മസിൽ പ്രോട്ടീൻ സിന്തസിസും മസിൽ റിക്കവറിയും ഫാസ്റ്റായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ ഇത് കഴിക്കുന്നത് വഴി നമ്മളിൽ ഉണ്ടാകുന്ന മസിൽ ലോസ് തടയുകയും ഒരു ലീൻ ഫിസിക് നമ്മളിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് 0 ഷുഗർ ആണ്. അതുപോലെ തന്നെ ബാൻഡ് സബ്സ്റ്റൻസസ്, പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇതിൽ അടങ്ങിയിട്ടുമില്ല. സോനു സൂദ് അതുപോലെ ഒളിമ്പിക് സിൽവർ മെഡലിസ്റ്റായ രവികുമാർ ദാഹിയ എന്നിവരുടെ ഫേവറേറ്റ് വേ പ്രോട്ടീൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് ഇതിൽ 2 സ്റ്റെപ്പ് പ്രൊഡക്റ്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ലാബ് ടെസ്റ്റഡ് പ്രൊഡക്റ്റാണിത്. അപ്പോൾ അസിറ്റിസിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമാണെന്ന് തോന്നുന്നവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് തന്നെ മാക്സിമം മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. സ്പൂൺ കൊണ്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ആവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ പാൽ ഉപയോഗിച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഇത് കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, ഒരു ചോക്ലേറ്റിൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ച സാധനം ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുക. ഇതുപോലൊരു കണ്ടെയ്നർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊരു പ്രോട്ടീൻ ബാറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കണ്ടെയ്നർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതുപോലെ കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇത് ലെവൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിത് കണ്ടെയ്നറിലേക്ക് മാറ്റി നന്നായിട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റാം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പ്രോട്ടീൻ ബാർ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കണ്ടെയ്നറിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈക്വൽ പീസസ് ആയിട്ട് മുറിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഈക്വൽ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചോക്ലേറ്റ് ടേസ്റ്റിന് കേട്ടോ. ഞാൻ ഉപയോഗിച്ച പീനട്ട് ബട്ടർ ഓൾറെഡി ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ള പീനട്ട് ബട്ടറാണ്. അതുപോലെ തന്നെ കൊക്കോ പൗഡർ ആഡ് ചെയ്തുകൊണ്ട് നല്ല ചോക്ലേറ്റിൻ്റെ കളറുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊണ്ടുപോകാൻ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി ബിൻ സൈനിങ് ഓഫ്.